ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ഹോളിസ്റ്റിക് ഹെൽത്തിലെ ദിവസമാണെന്ന്. വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ ജീവിതത്തിന്റെ സാധ്യതകളും. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്വാസം മറന്നു പോകുന്നു, അല്ലെ? ശ്വസിക്കാൻ പോലും മറന്നു പോകും. അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സായിട്ട് നമ്മൾ അതിനെ സ്ഥിരീകരിച്ചു വെച്ചിരിക്കുക. ഇവിടെ നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ശ്വാസമാണ്. കൂടുതൽ അറിയാൻ സാറിനെ നമുക്ക് വിളിക്കാം. എല്ലാവരെയും പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നതോടൊപ്പം ഡോക്ടർ സെൻസാർ യുവർ വെൽക്കം. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് ഓൾ. പേര് സനിൽ തന്നെയാണ്. കുറച്ച് ആഴ്ചകളായി കാണാതെ, എന്നാലും മാറിയിട്ടൊന്നുമില്ല. ഇൻട്രസ്റ്റഡ് ഫീൽഡ് ഹെൽത്ത് തന്നെയാണ്. അതിൽ നമ്മുടെ ശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ജീവശ്വാസം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സെനാരിയോ ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു ശ്വാസം നന്നാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബോധപൂർവം അല്ലാതെ ചെയ്യുന്ന വളരെ ചുരുക്കം പ്രക്രിയകൾ മാത്രമേ ഉള്ളൂ. അതിലൊന്ന്, പ്രത്യേകിച്ച് ഔട്ട്സൈഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ല, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണലി മാത്രം ചെയ്യാണ്. അതുകൊണ്ട് എന്താ, ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ തന്നെ തീർന്നു. പക്ഷെ വളരെ അപൂർവമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ വളരെ നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് വളരെ റിലേഷനിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയ, അതും അബോധമായിട്ട് നടക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ശ്രദ്ധിക്കണം. അതാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രസക്തിയും. ഒരു സെക്കൻഡ്, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, സ്ക്രീൻ കാണാലോ അല്ലേ? സോ റെസ്പിറേറ്ററി ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ ആരോഗ്യം മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്. സോ ജീവശ്വാസം എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ, ജീവിതത്തിന്റെ തന്നെ മൊത്തത്തിലുള്ള ഒരു ശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പെടാപ്പാട് മുഴുവനും എത്രത്തോളം നല്ല രീതിയിലാക്കാം എന്നുള്ളതിനെ പറ്റി ഇന്ന് മനസ്സിലാക്കാം. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വസന വ്യവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് മൂക്ക് അല്ലെങ്കിൽ നേസൽ കാവിറ്റി എന്ന് പറയാം, ഫാരിങ്സും ലാരിങ്സും വരുന്നുണ്ട് ഇവിടെ. അതിൽ ഫാരിങ്സ്, അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ട്രക്കിയക്കകത്ത് തന്നെയാണ് നമ്മുടെ, ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു വോക്കൽ കോഡ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ, വോയിസ് ബോക്സ് എന്ന് പറയാം. ഈ ഒരു വോക്കൽ കോഡൊക്കെ വരുന്നത് ഇവിടെ ഈ ട്രക്കിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പല സൗണ്ടും വരുന്നത്. പാട്ടുകാർ പാട്ട് പാടുന്നതും അതേ ശ്വാസത്തിന്റെ ബലത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാട്ടുകാര് ശ്വാസം ശീലിക്കണം എന്ന് പറയും. പഠിപ്പിച്ചു കൊടുക്കുന്ന സമയം തന്നെ ആദ്യം പറയുന്നത് ശ്വാസം പരിശീലിച്ചിട്ട് വേണം നമുക്ക് ആ സൗണ്ടിലുള്ള വ്യത്യാസം വരുത്താനും എന്നുള്ളത് കറക്റ്റാണ്. പിന്നെ വരുന്നതാണ് ശ്വാസകോശം. ശ്വാസകോശത്തിൽ തന്നെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ബ്രോങ്കിയോൾസ് ഉണ്ട്, ആൽവിയോള ഉണ്ട്, ആൽവിയോളസ് ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങളാണ് ഈ ഒരു ശ്വാസകോശത്തിനകത്തുള്ളത്. ട്രക്കിയ രണ്ടായിട്ട് പിരിഞ്ഞിട്ട് രണ്ട് ശ്വാസകോശത്തിലേക്ക് പോകും. അത് ഈ ശ്വാസകോശത്തിനകത്ത് ചെറിയ ചെറിയ സഞ്ചികളിലേക്ക് എത്തിയിട്ട് അവിടെ നിന്നാണ് വാതക കൈമാറ്റം നടക്കുന്നത്. അഥവാ ശ്വസനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ട്. ശ്വാസം കഴിക്കുന്നത് മാത്രമല്ല, ഈ കഴിക്കുന്ന ശ്വാസത്തിലെ ഓക്സിജൻ നമ്മുടെ ബ്ലഡിലേക്ക് എത്താൻ വേണം. ഡയഫ്രം എന്ന് പറയുന്ന ഒരു മസിലാണ് പ്രധാനമായിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പാർട്സ്. ഓക്കെ, ഇതില് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തുടങ്ങേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശ്വാസകോശത്തിനെ പറ്റി നമുക്ക് ഇത്രയൊക്കെ അറിയോ എന്നുള്ളതാണ്. ഒരു ശ്വാസകോശത്തിന്റെ വെയിറ്റ് ഏകദേശം 1.3 കിലോ ആണ്. ഈ 1.3 കിലോയിൽ തന്നെ റൈറ്റ് ശ്വാസകോശം എന്ന് പറയുന്നത് വലതുഭാഗത്തുള്ളത് 3 ലോബും ഇടതുഭാഗത്തുള്ളത് 2 ലോബുമാണ്. വലതുഭാഗത്ത് കുറച്ച് വെയിറ്റ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. ഇടതുഭാഗം നോക്കിക്കഴിഞ്ഞാൽ വലതുഭാഗത്തിന് കുറച്ചുകൂടി വെയിറ്റ് ഉണ്ട്. ഇതിനകത്ത് അപ്രോക്സിമേറ്റ്ലി 2400 കിലോമീറ്റർ എയർവേസ് ഉണ്ട്.
എയർ പാസേജിന് വേണ്ടിയിട്ടുള്ള വഴികൾ 2400 കിലോമീറ്റർ. ചെറിയ കാര്യമൊന്നുമല്ല. ഇവിടുന്ന് നമുക്ക് ഏകദേശം ഡൽഹി വരെയെങ്കിലും എത്താം. ഈ ഇത്രയും എയർവേസ് ഫോം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒന്നിച്ച് ഏകദേശം 500 മില്യണോളം, 300 മുതൽ 500 മില്യൺ വരെ, ദശലക്ഷം വരെ ആൽവിയോളി എന്ന് പറയുന്ന ചെറിയ സഞ്ചികളുണ്ട്. ഇത്രയും സഞ്ചികളിൽ കൂടിയാണ് വാതക കൈമാറ്റം നടക്കാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ഇത് മുഴുവനും നമ്മൾ യൂസ് ചെയ്യുന്നില്ലെന്ന് വേറൊരു കാര്യം. ശരിക്കും ഇതിന്റെ ഈ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3 ടെന്നീസ് കോർട്ടിന്റെ വലിപ്പം വരും. അങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള എല്ലാ സഞ്ചികളും ഒക്കെ പരത്തി വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടുതൽ വലിപ്പമുള്ള ഒരു സാധനമാണ് നമ്മളിങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഇതിനകത്തേക്ക്, ഈ നെഞ്ചിക്കൂടിനകത്തേക്ക് വെച്ചിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 ലിറ്ററോളം വരും. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്ന ഏകദേശം 4.5 മുതൽ അല്ലെങ്കിൽ 4 മുതൽ 5 ലിറ്റർ വരെയാണ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സസൈസ് ചെയ്യുന്ന, വ്യായാമത്തിലുള്ള അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പോലും ആവറേജ് ഒരു 75% വരെയൊക്കെ അതിന്റെ കപ്പാസിറ്റി യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള 6 ലിറ്ററിൽ ബാക്കി 1.5 ലിറ്റർ നമ്മൾ യൂസ് ചെയ്യാതെ വിടുകയാണ് എന്നുള്ളത് വേറൊരു വാസ്തവം. നമ്മൾ ഒരു പ്രാവശ്യം ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ഏകദേശം 7 മുതൽ 8 ലിറ്റർ വരെ അകത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിലും ഒരു മിനിറ്റില്, ഒരു പ്രാവശ്യമല്ല, ഒരു മിനിറ്റില് നമ്മുടെ ബ്രീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ, പൾസ് റേറ്റ് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. ഒരു 70 മുതൽ 75 വരെയാണ് നമ്മുടെ പൾസ് റേറ്റ്, ഒരു മിനിറ്റില് ഹേർട്ട് ബീറ്റ് ചെയ്യുന്ന റേറ്റ്. ശ്വാസത്തിന്റെ റേറ്റ് അപ്രോക്സിമേറ്റ്ലി 15 to 20 ടൈംസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റിൽ ഞാൻ 15 മുതൽ 18 വരെ, ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 ഒക്കെയാണ്, 18 പ്രാവശ്യം ഞാൻ ശ്വാസം വലിക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ഇത് ഓടുന്ന സമയത്താണെങ്കിൽ നമ്മളത് കുറച്ച് കൂടുതലാണ്, അറൗണ്ട് ഡബിൾ ഒക്കെ വരും, 36 അല്ലെങ്കിൽ ഒരു 40 ടൈംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇന്റൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അത് 60 വരെ പോവാം, 3 ഇരട്ടി വരെ പോവാം. അപ്പോ ഒരു നോർമൽ പേഴ്സൺ, വ്യായാമം ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ അധികം ആക്ടിവിറ്റീസിലൊന്നും ഇല്ലാത്ത ഒരാള്, അധികം സ്ട്രെസ്ഡ് അല്ലാത്ത, കോപിക്കാത്ത ഒരാള് ഒരുപക്ഷെ 7 to 8 ലിറ്റേഴ്സ് ആണ് ഒരു മിനിറ്റിൽ എടുക്കുന്ന വായുവിന്റെ അളവ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 24 മണിക്കൂർ ഉണ്ടല്ലോ, 60 മിനിറ്റ് വീതം ഗുണിക്കണമല്ലോ. ഇതൊക്കെ നോക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 10 മുതൽ 15,000 ലിറ്റർ എയർ ആണ് ഒരു ദിവസം ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും. ഈ ശ്വാസത്തില് നമ്മൾ അകത്തേക്ക് എടുക്കുന്ന വായുവിന്റെ ക്വാളിറ്റി നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അത്യാവശ്യമല്ലേ? നമ്മൾ കുടിക്കുന്ന വെള്ളം എത്ര കുറവാണ്? ഏതാണ്ട് 2 ലിറ്ററോ 3 ലിറ്ററോ വെള്ളം കുടിക്കുമ്പോൾ ഈ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് RO അല്ലെങ്കിൽ UV ഫിൽട്രേഷൻ ഇങ്ങനെ തുടങ്ങിയിട്ട് പലതരത്തിലുള്ള ഫിൽട്രേഷൻ പ്രോസസ്സിന് ശേഷമുള്ള വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും 11,000 അല്ലെങ്കിൽ 10,000 ലിറ്റർ എങ്കിലും മിനിമം എയർ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ദിവസത്തേക്ക് നമ്മൾ ആ ഫിൽട്ടർ ആയിട്ടുള്ള എയർ ആണ് ഉപയോഗിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് അന്തരീക്ഷ മലിനീകരണം എങ്കിലും കുറച്ചുകൂടെ. ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ബോധത്തോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ശരിക്കും നമ്മുടെ ലങ്സിന്റെ, ശ്വാസകോശത്തിന്റെ മാത്രം ഫങ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു, അല്ലെങ്കിൽ ഈ ബ്ലഡ് സർക്കുലേഷനിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ചില വിഷവാതകങ്ങൾ, ചില ടോക്സിക് ആയിട്ടുള്ള വാതകങ്ങൾ, ചില നോർമൽ വാതകങ്ങളും ഒക്കെ ഉണ്ടാവും അതിനകത്ത്, അതും ഒക്കെ പുറത്തേക്ക് വിടുന്നു. അത് ശ്വാസകോശത്തിനകത്തേക്ക് കൊടുത്തിട്ട് ഓക്സിജൻ അവിടുന്ന് തിരിച്ച് വാങ്ങിക്കുന്നു. അങ്ങനെ വാങ്ങിക്കുമ്പോൾ അവിടെ വാതക കൈമാറ്റം നടക്കുന്നു. ഈ വാതക കൈമാറ്റത്തില് സാധാരണ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ആണ് ഈ ഓക്സിജൻ എടുക്കുന്ന ആള്. അപ്പോൾ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ഇല്ലാത്ത സമയത്തുള്ള നിറം നോർമലി നീലയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഞരമ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് കാണുന്നത് നീല നിറത്തിലുള്ളതായിരിക്കും. പക്ഷെ അത് എപ്പോഴാണോ ആ ബ്ലഡ് വായുവായിട്ട് മുട്ടുന്നത് ആ സമയത്തേക്ക് അത് ചുവപ്പ് നിറത്തിലേക്ക് പോകും. അവിടെയും ഒരു വാതക കൈമാറ്റം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ നേരിട്ട് ബ്ലഡ് പുറത്തേക്ക് കൊടുക്കുമ്പോൾ അവിടെ അതിന് കൺട്രോൾ ഇല്ല. ശ്വാസകോശം ഇത് വളരെ കൺട്രോൾ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ശ്വാസകോശത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് എനാബിളിംഗ് വോക്കൽ സൗണ്ട്സ്. നമ്മുടെ സൗണ്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ശ്വാസകോശം തന്നെയാണ്. ഓക്കെ, നമ്മൾ അകത്തേക്ക് വായു എടുക്കുമ്പോഴല്ല, പുറത്തേക്ക് വായു വിടുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിന്റെ ക്ലാരിറ്റി വരുന്നതൊക്കെ. അപ്പോൾ ഇതിന്റെ ഒന്നിച്ച് ഞാൻ പറഞ്ഞു ബ്ലഡ് ഒരു പ്രധാന ഫാക്ടർ ആണെന്ന്.
എന്താണ് ഫങ്ഷൻസ് ഓഫ് ഹേർട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ എക്സ്ചേഞ്ച് വാതക കൈമാറ്റത്തിനുള്ള ഒരു പോസിബിലിറ്റി കൊടുക്കുന്നതോടൊപ്പം തന്നെ രണ്ട് തരത്തിലുള്ള ആർട്ടറി വീൻ ആണ് ശരിക്ക് ശ്വാസകോശത്തിലേക്ക് എത്തുന്നത്. പൾമണറി ആർട്ടറി എന്ന് പറയും. ഒന്ന് ഹേർട്ടിലേക്ക് വേണ്ട ബ്ലഡ് കൊണ്ടുപോകുന്നു, ഒന്ന് ശ്വാസകോശത്തിലേക്ക് വേണ്ട ന്യൂട്രീഷനും ഓക്സിജനും കൊടുക്കുന്നു. ഇത്രയൊക്കെ പണിയെടുക്കുന്ന ശ്വാസകോശത്തിന് ഓക്സിജൻ വേണ്ടേ? ആ ഓക്സിജൻ കൊടുക്കുന്നത് ബ്ലഡ് വഴി തന്നെ കോശങ്ങളിലേക്ക് എത്താണ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നതും ഇതേ ബ്ലഡ് ആണ്. ഇത് നമ്മുടെ ആൽവിയോളർ സാക്ക് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ശ്വാസകോശത്തിനകത്തുള്ള ചെറിയ ചെറിയ സഞ്ചികള്, ഈ സഞ്ചികളിൽ ഇത് എങ്ങനെയാണ് വാതക കൈമാറ്റം നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ഇതൊന്നും അത്ര ഡെപ്തിലേക്ക് നമ്മൾ പോയി മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഒക്കെ ഒരു മ്യൂക്കസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ മ്യൂക്കസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഈ വാതക കൈമാറ്റം ഇത്രയും കൂടുതലായിട്ട് നടക്കുന്ന സമയത്തും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല വിഷവാതകങ്ങളും, ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ എയറിന്റെ ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയൊന്നും ഫിൽട്ടർ ചെയ്യാത്ത എയർ ആണെങ്കിലും അത് ഈ മ്യൂക്കസ് ആണ് കുറച്ചെങ്കിലും ഒക്കെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ ശ്വാസകോശത്തിൽ ദോഷം വരുത്താതെയും അതുപോലെ തന്നെ അത് നേരിട്ട് ബ്ലഡിൽ എത്താതെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കുറെയൊക്കെ ഈ മ്യൂക്കസ് ലൈനിങ് ആണ്. മ്യൂക്കസ് ഗ്ലാൻഡ് ഓൾമോസ്റ്റ് 125 ml മ്യൂക്കസ് ആണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത്. അത്ര ചെറിയ അളവിലേ വേണ്ടൂ, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബ്ലഡിൽ കൂടിയോ അല്ലെങ്കിൽ ഈവൻ മലത്തിൽ കൂടിയോ ഒക്കെ പുറത്തേക്ക് കളയാനുമുള്ള പ്രൊവിഷൻസ് അവിടെ ഉണ്ട്. ഓക്കെ, വളരെ മാർവലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ള ഒരു ബോഡി സ്ട്രക്ചർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനെ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ശ്വസിക്കുന്നത്? ശ്വസിക്കുന്നത് നമ്മൾ മൂക്ക് കൊണ്ടും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ വായ കൊണ്ടുമാണ്. ഈ ഉറങ്ങിയ ചിത്രം നോക്കണ്ട, ഉണർന്നിരിക്കുന്ന ആൾക്കാർ തന്നെ പലപ്പോഴും എന്തോ ഒരു അബോധത്തിലേക്ക് പോയിട്ട് ചിലപ്പോൾ വായ തുറന്നിട്ടൊക്കെ ശ്വസിക്കാറുണ്ട്. ഈ വായ തുറന്ന് ശ്വസിക്കുമ്പോൾ പൊതുവെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച കയറുന്ന, ഈച്ച മാത്രമൊന്നല്ല പലതും കയറും. വായ കൊണ്ടുള്ള ശ്വസനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വസനത്തിനെ സംബന്ധിച്ച് വളരെ ദോഷം തരുന്ന ഒരു കാര്യം. ആദ്യം മൂക്കിലേക്ക് വരാം. മൂക്ക് എന്ന് പറയുന്നത് വെറുതെ നമുക്ക് മണം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമല്ല. മൂക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മൂക്കിനകത്ത് കുറേ സീലിയകളുണ്ട്, രോമങ്ങളുണ്ട്. ഇത് ആദ്യത്തെ ഫിൽട്രേഷൻ ചെയ്യും. എയർ അകത്തേക്ക് കയറുന്നതിന് ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് വലിയ വലിയ പൊടികളൊക്കെ അവിടെ തന്നെ തടഞ്ഞു നിർത്തും. ഈവൻ കുറച്ചൊക്കെ ബാക്ടീരിയസിനെയും തടഞ്ഞു നിർത്താനുള്ള കഴിവ് മൂക്കിനുണ്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് ചില ഡസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തുമ്മൽ വരുന്നത്. അതുപോലെ തന്നെ റണ്ണിങ് നോസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഈ ഒരു മ്യൂക്കസ് അവിടെ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് കൂടിയാണ്. അത് നമ്മുടെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം, പ്രതിരോധത്തിന്റെ ഭാഗമാണത്. ഉറക്കത്തിനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മൂക്ക് സഹായിക്കുന്നുണ്ട്. കാരണം സ്നോറിങ് പോലെയുള്ള അല്ലെങ്കിൽ കൂർക്കം വലി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഈവൻ സ്ലീപ്പ് ആപ്നിയ, ഒബ്സ്ട്രക്റ്റീവ് OSA എന്ന് പറയും, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഇതുപോലെയുള്ള പ്രശ്നങ്ങളും പൊതുവെ വായയിൽ കൂടി ശ്വാസം എടുക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. സോ മൂക്കിൽ കൂടി ശ്വാസം വലിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഈ ശ്വാസത്തിന്റെ ഒരു ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് മൂക്ക്. ഇത് രണ്ടും ശരീരത്തിന് ആവശ്യമുണ്ട്. കാരണം വളരെ തണുത്ത പ്രതലത്തില്, തണുത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരിൽ മൂക്കിലേക്ക് പോകുന്ന ശ്വാസവും തണുത്തതായിരിക്കും, വായു തണുത്തതായിരിക്കും. ആ തണുപ്പിനെ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന മൂക്ക്. അതുപോലെ തന്നെ ഈ വായുവിന് ഒരു ചെറിയ ഹ്യൂമിഡിറ്റി ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം അത് ഫിൽട്രേഷൻ പ്രോസസ്സും അതുപോലെ തന്നെ ക്ലീനിങ് പ്രോസസ്സും, നമ്മുടെ ലങ്സിന്റെ മൊത്തത്തിലുള്ള ക്ലീനിങ് പ്രോസസ്സിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മൂക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നമ്മുടെ മൂക്കിൽ കൂടി ശ്വസിക്കുമ്പോൾ നമ്മുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെ എഫിഷ്യൻസി 18% കൂടുതലാണെന്നാ പറയാം. കുറഞ്ഞ ഊർജത്തിൽ തന്നെ നമുക്ക് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ശ്വാസകോശത്തിന്. ഓക്കെ, അതുപോലെ തന്നെ നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു വാതകമുണ്ട്. ഈ വാതകം ഉണ്ടാക്കുന്നത് പൊതുവെ നമ്മുടെ സൈനസ് ഗ്ലാൻസ് ആണ്. അവിടെ
ഈ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വായയിൽ കൂടി ശ്വസിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഏകദേശം 6 മടങ്ങോളം ആണ് നമുക്ക് ഈ ഒരു മൂക്കിൽ കൂടി ശ്വസിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ മൂഡ്, പ്രതിരോധ വ്യവസ്ഥയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ മറ്റ് പല ഫങ്ഷൻസും ഈവൻ നൈട്രിക് ഓക്സൈഡിന്റെ അളവിനനുസരിച്ചാണ് ബ്ലഡ് കാപ്പിലറീസിന്റെ വ്യാപ്തം പോലും വലുതാവുന്നത്. സോ BP പോലെയുള്ള ആൾക്കാരിൽ നൈട്രിക് ഓക്സൈഡ് വലിയൊരു ഫാക്ടറാണ്. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഈ വാതകം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നൈട്രിക് ഓക്സൈഡ്. ഓക്കെ, സോ നമ്മൾ വായയിൽ കൂടിയാണ് ശ്വസിക്കുന്നതെങ്കിൽ അവിടെ തണുത്ത എയർ ആണെങ്കിൽ തണുത്ത എയർ അതുപോലെ പോവും. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കൂടുതൽ ഉള്ളതാണെങ്കിൽ ഹ്യൂമിഡിറ്റി അതുപോലെ പോവും. ഈവൻ ഡ്രൈനെസ് ഉണ്ടാവാം. നമ്മൾ കൂടുതൽ നേരം വായയിൽ കൂടി ശ്വാസം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഡ്രൈ ആവും വായയൊക്കെ, ചുണ്ടു പൊട്ടാം, വായയിൽ പോടുണ്ടാവാം. പല്ലുകൾക്കൊക്കെ പോടുണ്ടാവുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ അത് ചെറിയ കുട്ടികളോട് ഡെന്റൽ ഡോക്ടർമാർ ചോദിക്കാറുണ്ട്, കുട്ടി രാത്രിയിൽ അല്ലെങ്കിൽ ഈവൻ പകല് തന്നെ വായ തുറന്നു വെച്ചിട്ടുള്ള ശീലം ഉണ്ടോ? അതൊക്കെ അതിൻ്റെ ഒരു ഫാക്ടറാണ്. ബ്ലഡ് സർക്കുലേഷൻ പ്രത്യേകിച്ച് ബ്രെയിനിലേക്കുള്ളത് കുറയും. അതുകൊണ്ട് തന്നെ മൂഡിനെ എഫക്ട് ചെയ്യും. മറ്റ് ഈവൻ നമ്മുടെ റെസിപ്രോക്കേഷൻ എന്ന് പറയില്ലേ, ഓരോ കാര്യങ്ങളെയും പെട്ടെന്ന് അനലൈസ് ചെയ്യാനുള്ള കഴിവിനൊക്കെ അത് അഫക്ട് ചെയ്യും. ഇത്തരം കാര്യങ്ങൾ കൂടാതെ മറ്റൊന്നാണ് പലതരത്തിലുള്ള രോഗാണുക്കള് നേരിട്ട് ശ്വാസകോശത്തിലേക്കും വായയിലേക്കും പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. സോ വായയിൽ കൂടിയുള്ള ബ്രീത്തിങ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒരു ശീലത്തിലേക്ക് എത്തേണ്ടത്, മൂക്കിൽ കൂടി തന്നെ ശ്വസിക്കുന്ന ഒരു ശീലത്തിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴാണ് വായയിൽ കൂടി നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്? ഇപ്പോ നമ്മുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ. നമ്മുടെ ഒരു ബലൂൺ 30 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു ബലൂൺ എടുത്തു കഴിഞ്ഞാൽ ഈ ബലൂണിനകത്ത് ഏകദേശം എത്ര ലിറ്റർ എയർ കൊള്ളും എന്നറിയാം? ഏകദേശം 15 ലിറ്റർ എയർ ഉള്ളത്. ഈ 15 ലിറ്റർ എയറിന് വേണ്ടിയിട്ട് 30 സെന്റിമീറ്റർ വ്യാപ്തമുള്ള ഒരു ബലൂണ് വേണമെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി ജനറൽ ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രമാത്രം എഫക്റ്റീവ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ ഗുണനിലവാരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലങ് കപ്പാസിറ്റി ആയിട്ട് നോക്കുമ്പോൾ എഫക്റ്റീവ്നെസ്, എന്ത് എഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ബ്രീത്ത് എടുക്കുന്നത്, ഈ ബ്രീത്ത് തിരിച്ച് ലങ്സിന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളത് വരുന്നത്. ഓക്കെ, സോ ഇതിനു വേണ്ടിയിട്ടുള്ള ട്രിഗർ, പൊതുവെ ശ്വസനത്തിന്റെ ട്രിഗർ കൊടുക്കുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ബ്ലഡിൽ കുറയുമ്പോഴായിരിക്കും നമുക്ക് ശ്വാസം പെട്ടെന്ന് എടുക്കാൻ തോന്നുന്നതെന്നാണ്. എന്നാൽ അത് തെറ്റാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കൂടുന്ന സമയത്താണ് നമുക്ക് ശ്വസിക്കാനുള്ള പ്രേരണ ഉണ്ടാവുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിഗർ കിട്ടുമ്പോഴാണ് ശ്വാസം എടുത്തിട്ട് അതിൻ്റെ ഒന്നിച്ച് പുറത്തേക്ക് കളയാനും ശ്രദ്ധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ വായു പുറത്തേക്ക് വിടാൻ നോക്കിയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലങ്സ് മാക്സിമം എംപ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒഴിവാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ബ്രീത്ത് പുറത്തേക്ക് പോവും, അത്ര തന്നെ ബ്രീത്ത് നമ്മൾ അകത്തേക്ക് എടുക്കും. സോ ഈ ഒരു കാര്യം CO2 is the trigger of breathing എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളൊന്ന് അപ്ലൈ ചെയ്തിട്ട് പ്രാക്ടിക്കലി അറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാത്തിനും മൈൻഡ്ഫുൾനെസ് വേണ്ടേ, അങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ആ ലങ്സിന്റെ കപ്പാസിറ്റി കൂടുന്നതും അതിന്റെ എഫക്റ്റീവ്നെസ് കൂടുന്നതും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മുടെ ശ്വസനത്തിന് ക്ലൈമറ്റ് എഫക്ട് ചെയ്യുന്നത്? പെട്ടെന്നുള്ള ചേഞ്ച്, അതിപ്പോ ഹ്യൂമിഡിറ്റി ലെവലിലായിക്കോട്ടെ, ടെമ്പറേച്ചറിലായിക്കോട്ടെ, മഴ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും ഒക്കെ ഈ ചേഞ്ചസ് പല ആൾക്കാരുടെയും റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വസന വ്യവസ്ഥയെ എഫക്ട് ചെയ്യുന്നുണ്ട്. നോർമലി പറയുന്നത് സമ്മർ സീസണിലാണ് പൊല്യൂഷൻ കുറച്ച് കൂടുതലെന്നാണ്. കാരണം ഡസ്റ്റ് എയറിൽ തന്നെ ഉണ്ടാവും, പൊടികൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ആ സമ്മർ ടൈമിൽ നമ്മൾ കുറച്ചുകൂടി കെയർ എടുക്കുന്നത് നല്ലതാണ്. ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം. ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഞാൻ കുറച്ച് നേരത്തെ സൂചിപ്പിച്ചു.
ഹ്യൂമിഡിറ്റി ആവശ്യമുണ്ട്, പക്ഷെ ഓവർ ഹ്യൂമിഡിറ്റി ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മൂക്കിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തും. ടെമ്പറേച്ചറും അതുപോലെ തന്നെ. സോ എക്സ്ട്രീം ലോ, എക്സ്ട്രീം ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറും എക്സ്ട്രീം ലോ ഹ്യൂമിഡ്, ഹൈ ഹ്യൂമിഡിറ്റി ആയിട്ടുള്ള അവസ്ഥയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സോ നമ്മൾ ശ്വാസം കഴിക്കുന്നത് എങ്ങനെയാണ് സംഭവിക്കുക? ശ്വസനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന പല മസിലുകളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഡയഫ്രം. ഡയഫ്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ വയറിന് അകത്തുള്ള കുറേ ഓർഗൻസിനെയും അതുപോലെ തന്നെ മുകളിലേക്കുള്ള കുറച്ച് ഓർഗൻസിനെയും, ഹാർട്ട്, ലങ്സ്, ഇതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വലിയ മസിലാണ്. അപ്പൊ ഈ മസിലിന്റെ പ്രധാന പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് താഴേക്ക് പോകുക എന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ബ്രീത്ത് അറിയണം. എങ്ങനെ നമുക്ക് ബ്രീത്ത് അറിയാൻ പറ്റുക? നമ്മൾ കൂടുതൽ ശ്വാസം അകത്തേക്ക് എടുക്കുന്ന സമയത്ത് ഡയഫ്രം താഴേക്ക് പോകും. താഴേക്ക് പോയിട്ട് അതുപോലെ തന്നെ ലങ്സിന്റെ ഭാഗം, ഹാർട്ടിന്റെ ഭാഗം, ചെസ്റ്റിന്റെ ഭാഗം മുന്നോട്ട് വരും. തൊറാസിക് ക്യാവിറ്റി എന്ന് പറയും മൊത്തമായിട്ട്. ഈ തൊറാസിക് ക്യാവിറ്റി കുറച്ച് മുന്നോട്ട് വരും. അതുപോലെ തന്നെ ഇത് കുറച്ച് പിന്നോട്ടും പോകും. താഴേക്ക്, മുന്നോട്ട്, പിന്നോട്ട്. ഇങ്ങനെ ഈ 3 സ്ഥലത്തേക്കും പോകുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മസിലുകൾ ഇന്റർകോസ്റ്റൽ മസിൽ, അതുപോലെ തന്നെ കോളർ ബോണിന്റെ അവിടെയുള്ളത്, ഇവിടെ ഈ കക്ഷത്തിന്റെ അവിടെയുള്ളത്, അതുപോലെ തന്നെ ഡയഫ്രം. ഇതൊക്കെ കൂടിയിട്ടാണ് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നത്. ഇതിൽ ഏറ്റവും നല്ല ശരിക്കും ബെല്ലി ബ്രീത്തിങ് ആണ് നല്ലതെന്ന് പൊതുവെ പറയും. ബെല്ലി ബ്രീത്തിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ ബെല്ലി അറിയണം ബ്രീത്ത് ചെയ്യുന്നുണ്ടെന്ന്. ശ്വസിക്കുന്നത് നമ്മുടെ കുടലിന്റെ ഭാഗത്ത് കൃത്യമായിട്ട് അറിയണം. എങ്ങനെ അറിയാം? ജസ്റ്റ് ഒന്ന് കൈവച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ശ്വസിക്കുമ്പോൾ ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ആ ദീർഘശ്വസനത്തില് നമ്മുടെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക. നെഞ്ചിന്റെ അവിടെ ഒരു കൈ വയ്ക്കുക, മറ്റേത് വയറിന്റെ അവിടെയും വയ്ക്കുക. എന്നിട്ടൊന്ന് ശ്വസിക്കുന്ന സമയത്ത് ഏത് ഭാഗമാണ് കൂടുതൽ പൊങ്ങുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗമാണോ കൂടുതൽ മുന്നോട്ട് വരുന്നത്, അല്ല വയറിന്റെ ഭാഗമാണോ മുന്നോട്ട് വരുന്നത്? ശരിക്കും ഇത് വരേണ്ടത് മാക്സിമം യൂട്ടിലൈസേഷൻ, ലങ്സിന്റെ യൂട്ടിലൈസേഷൻ ഉണ്ടാവണമെങ്കിൽ ഇത് വരേണ്ടത് നമ്മുടെ വയറിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അബ്ഡോമിനൽ കാവിറ്റി പുറത്തേക്ക് വരണം. തൊറാസിക് കാവിറ്റി മാത്രമല്ല, തൊറാസിക് കാവിറ്റി കുറച്ചേ വരുള്ളൂ, ലങ്സ് ചെസ്റ്റിന്റെ ഭാഗം കുറച്ചേ വരുള്ളൂ. കൂടുതലും വരുന്നത് നമ്മുടെ വയറിന്റെ ഭാഗം ആയിരിക്കണം. ഈ ഒരു രീതിയിൽ ഒരു മൈൻഡ്ഫുൾ ബ്രീത്തിങ് നമ്മൾ ചെയ്യുമ്പോൾ ഇത് വളരെ കൂടുതൽ എഫക്റ്റീവ് ആണ്. എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുക? നമ്മുടെ ഡയഫ്രം മസിൽസിനെ ഇംപ്രൂവ് ചെയ്യും. നമ്പർ 1. ഡയഫ്രം മാത്രമല്ല മറ്റു പല മസിലുകളും വരുന്നുണ്ട്. ഡയഫ്രത്തിനെ എന്തായാലും ഇംപ്രൂവ് ചെയ്യും. അതിന്റെ ഒന്നിച്ച് തന്നെ മിനിമം എഫേർട്ടിൽ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. മിനിമം എനർജി ലോസേ ഉണ്ടാവുള്ളൂ, എനർജി കൺസംഷൻ മിനിമം ഉണ്ടാവുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആസ്മ പോലെയുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ശ്വാസം എടുക്കേണ്ട സിറ്റുവേഷനിൽ നമ്മുടെ ചെസ്റ്റ് മാത്രമാണ് കൂടുതൽ വർക്ക് ചെയ്യുക. പക്ഷേ ഒരു മൈൻഡ്ഫുൾ പ്രാക്ടീസോട് കൂടിയിട്ട് നമ്മുടെ വയറിന് കൂടി ഡയഫ്രം മസിലിന് കൂടുതൽ വർക്ക് കൊടുക്കുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഡയഫ്രം കുറേ കാര്യങ്ങൾ നോക്കിക്കോളും. അപ്പൊ നമുക്ക് അത്രയും എഫേർട്ടോട് കൂടിയിട്ട് ബ്രീത്ത് എടുക്കേണ്ടി വരില്ല, ശ്വസിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ ബ്രീത്ത് റേറ്റ് കുറയും. കാരണം നമുക്ക് ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ പറ്റും. നമുക്ക് കൂടുതൽ നേരത്തേക്ക് വേണ്ട ഓക്സിജൻ ലങ്സിലേക്ക് എത്തുന്നുണ്ടാവും. അതുപോലെ തന്നെ സ്വിമ്മേഴ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അറിയാൻ പറ്റും. അവരുടെ ശ്വസന രീതി പൊതുവെ ആ വയറിന്റെ ഭാഗം കൂടുതൽ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ലങ്സിന്റെ ഏറ്റവും ലോവർ പാളികളിൽ കൂടുതൽ ഉപയോഗം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിജൻ റിക്വയർമെന്റും കുറവേ വേണ്ടു. സോ ഇത്രയും ബെനിഫിറ്റ് ഉള്ള ഈ ഒരു ബെല്ലി ബ്രീത്തിങ് നമ്മൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക തന്നെ വേണം. പറ്റുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ, ട്രൈ ചെയ്തോളൂ. ഓക്കെ, ഇതിന് ശേഷം ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 minutes ഇടവേളകളിൽ 2-3 പ്രാവശ്യമായിട്ട് ഒരു ദിവസം തന്നെ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വിത്തിൻ നെക്സ്റ്റ് 1 month നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. സോ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇവിടെ ഈ പിക്ചറൈസേഷനിലുണ്ട്. നമ്മൾ ബ്രീത്ത് അകത്തേക്ക് എടുക്കുന്നു. ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ലങ്സ് നിറയാണ് ചെയ്യുന്നത്. ഈ ലങ്സ് നിറയുന്ന സമയത്ത് അബ്ഡോമിനും അതുപോലെ തന്നെ നമ്മുടെ ലങ്സിന്റെ അപ്പർ ചെസ്റ്റിന്റെ ഭാഗവും താഴേക്ക് വരുന്നുണ്ട്. അബ്ഡോമൻ 2 സൈഡിലേക്കും പോകുന്നുണ്ട്. അതുപോലെ തന്നെ എക്സേൽ ചെയ്യുന്ന സമയത്ത്, പുറത്തേക്ക് പോകുന്ന സമയത്ത് അബ്ഡോമൻ ഒന്ന് അകത്തേക്ക് പോയിട്ട് നമ്മുടെ ലങ്സിന് കോൺട്രാക്ഷൻ കൊടുക്കും. അതുകൊണ്ട് പുറത്തേക്ക് വായു വരും. ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോ എന്തൊക്കെയാണ് സാധാരണഗതിയിൽ
ലങ്സിന് വരുന്ന ചില ആപത്തുകൾ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പലതും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതില് ആസ്മയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അത് ഏജിനനുസരിച്ചിട്ട് കൂടുതലും വരാറുണ്ട്. ചെറിയ കുട്ടികളിലും ഇപ്പം വളരെ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈവൻ ഞാനും പണ്ടൊരു കാലത്ത് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ക്ലൈമാറ്റിക് വേരിയേഷൻസ് ഒന്നും ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്തത് കൊണ്ട് 2002, 2004 കാലയളവിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഹേലർ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. ആ സമയത്തുള്ള എന്റെ ജീവിത രീതി മോശമായത് കൊണ്ടാണ് അത് എത്തിയതെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ ഇൻഹേലർ യൂസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. പക്ഷെ അന്ന് ഇത്രയും ഡെപ്തിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. ഒരു അവസ്ഥയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതില് ബ്രോങ്കൈറ്റിസ് പോലെയുള്ള ഇഷ്യൂസും ഒക്കെ വരുന്നുണ്ട്. ഈ COPD എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മരണത്തിന്റെ 6ാമത്തെ കാരണമായിട്ട് കണക്കാക്കുന്നുണ്ട് രോഗങ്ങളുടെ കാര്യത്തില്. ആക്സിഡന്റും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒന്നും എടുക്കാതെ വെറും രോഗങ്ങൾ കണക്കാക്കി കഴിഞ്ഞാൽ COPD ആണ് അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 6 കാരണങ്ങൾ എടുക്കുമ്പോൾ 6ാമത്തേതായിട്ട് വരുന്നത്. സിസ്റ്റിക് ഫൈബ്രോസിസ്, അതുപോലെ തന്നെ TB, ട്യൂബർകുലോസിസ്, ഇതുപോലെയുള്ള രോഗങ്ങൾ, ലങ് ക്യാൻസർ, അതുപോലെ ന്യൂമോണിയ പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങളുടെ എണ്ണത്തിൽ കൂട്ടാം. പക്ഷെ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ഇൻഫ്ലമേഷൻസ്, ഈ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ശ്വാസ തടസ്സം ഉണ്ടാവുക, അതുപോലെ തന്നെ പെട്ടെന്ന് ക്ഷീണം വരിക, അതുപോലെ തന്നെ ഒരു എക്സസൈസ് കഴിയുമ്പോഴേക്ക് എക്സോസ്റ്റ് ആവുക, ഫുള്ളി ഫാറ്റിക് ആവുക, അല്ലെങ്കിൽ പെട്ടെന്ന് ചുമ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് സാധാരണഗതിയിൽ ഇത്തരം എന്താ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഡിസ്കംഫർട്ട്, നമുക്കൊരു ക്ഷീണം അല്ലെങ്കിൽ അത്ര സുഖമല്ലാത്ത അവസ്ഥ, അതിനെ നമ്മൾ ശരിയായിട്ട് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വലിയ വലിയ രോഗങ്ങളുടെ രീതിയിലേക്ക് അതെത്തും. അപ്പൊ മുളയിലെ നുള്ളുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ശ്വാസകോശത്തിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒന്ന്, രോഗാണുക്കളുമായിട്ട് പെട്ടെന്ന് തന്നെ അപ്രോച്ച് ഉള്ള ഒരു ഏരിയ ആണ് ലങ്സ്. നമ്മൾ പുറത്തു നിന്നുള്ള വായുവാണ് ശ്വസിക്കുന്നത് എപ്പോഴും, അല്ലെ? ബാക്കിയുള്ള അവയവങ്ങൾക്കൊന്നും ഇത്തരം ഒരു റിസ്ക് നേരിട്ട് വരുന്നില്ല. പക്ഷെ സ്കിന്നിനാണ് പിന്നെ വരുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഇത് എഫക്ട് ചെയ്യുന്നത് ലങ്സിനാണ്. ഓക്കെ. സോ എന്താണ് നമുക്ക് ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്? അതിൽ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ടോക്സിൻസും പൊല്യൂഷനും ഒക്കെ മാറ്റി വെക്കുക, ദൂരെ വെക്കുക എന്നുള്ളതായിരിക്കും. എങ്ങനെയാണ് ഈ ടോക്സിൻസും പൊല്യൂഷൻസും ഒക്കെ എഫക്ട് ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരുപക്ഷെ വീട് മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ അല്ലായിരിക്കും. ഹൈവേയുടെ അടുത്തോ അല്ലെങ്കിൽ മൈനിങ് നടക്കുന്നതിനടുത്തോ വന്നോ പെട്ടെന്നൊക്കെ അങ്ങ് മാറി താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എളുപ്പമാവില്ല. പക്ഷേ വ്യായാമം ചെയ്യുന്നവർക്ക് വ്യായാമം ചെയ്യുന്ന ഏരിയ എൻവയോൺമെന്റ് പൊല്യൂട്ടഡ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ ജിം അവിടെ നിന്ന് മാറ്റണം. അത് നാഷണൽ ഹൈവേയുടെ പ്രശ്നം കൊണ്ടാണെങ്കിലും ശരി, തൽക്കാലത്തേക്ക് അത്തരം ജിമ്മുകളിൽ പോകുന്നില്ലെന്ന് നമ്മൾ വയ്ക്കേണ്ടി വരും. അതല്ലെങ്കിൽ അത്തരം പാർക്കുകളിൽ പോകുന്നില്ലെന്ന് വയ്ക്കേണ്ടി വരും. പലതരത്തിലുള്ള ടോക്സിൻസ് ഉണ്ടാവുന്ന സമയത്ത്, ഇപ്പം എറണാകുളത്ത് റീസെന്റ് നല്ലൊരു ഇതുണ്ടായിരുന്നു അല്ലെ, തീപിടുത്തം. നമ്മുടെ വീടിനടുത്തുള്ള ചില പറമ്പുകളിലും ഒക്കെ ഇതുപോലെ പലതും കത്തിച്ചിട്ട് ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ നമ്മൾ അവിടെ അത്തരം സമയങ്ങളിൽ പോകാതിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ നിന്ന് ടെമ്പററി എങ്കിലും വെക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പോസ്ചർ എത്രത്തോളം കറക്റ്റ് ആണോ അത്രത്തോളം നമ്മുടെ ലങ്സിന്റെ പോസ്ചർ, ലങ്സിന്റെ ഹെൽത്ത് നന്നായിട്ടുണ്ടാവും. സോ അത് ശ്രദ്ധിക്കുക. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ആക്ടിവിറ്റീസ് കൂട്ടുക, നമ്മുടെ മൂവ്മെന്റ് കൂട്ടുക, നമ്മുടെ വ്യായാമം കൂട്ടുക. ഇത് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ലങ്സിന്റെ ഉപയോഗം കൂടുന്ന മാത്രമല്ല നമ്മുടെ പോസ്ചറും കറക്റ്റ് ആവും. പിന്നെ ഒന്നാണ് സ്മോക്കിങ്. അത് പാസീവ് ആയിക്കോട്ടെ ആക്റ്റീവ് ആയിക്കോട്ടെ. ആക്റ്റീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ തന്നെ പുകവലിക്കുമ്പോഴാണ്. പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ ഒരു പാർട്ടിക്ക് പോയി, ഈ പാർട്ടിക്ക് ബാക്കിയുള്ള 2-3 ഫ്രണ്ട്സ് പുകവലിക്കുന്നവരാണെങ്കിലും ഞാൻ അവിടെ നിർബന്ധപൂർവം ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതൊരു പാസീവ് സ്മോക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഹസ്ബൻഡ് പുകവലിക്കുന്നുണ്ട്,
ഭാര്യ പുകവലിക്കുന്നില്ല, പക്ഷെ പാസീവ് സ്മോക്കിങ്ങിന് അവിടെയും ഒരു ചാൻസ് കൂടുന്നുണ്ട്, കുട്ടികളുടെ കാര്യത്തിലുമൊക്കെ. ഇത് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. കാരണം സ്മോക്കിംഗ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പോയിസണസ് ആവുന്നത് നിക്കോട്ടിന്റെ അളവ് കൊണ്ടാണ്. നിക്കോട്ടിൻ വളരെ ചെറിയ അളവിൽ നിക്കോട്ടിനമൈഡ് ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ, വളരെ ചെറിയ അളവിൽ. അത് ഈവൻ നമ്മുടെ ലോങ്വിറ്റിക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ കൂടിയ അളവ് വരുന്ന സമയത്ത് ലങ്സിനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മുഖേന അത് എവിടെയൊക്കെ എത്തുന്നുണ്ടോ അവിടെയൊക്കെ അത് പ്രോബ്ലം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് ആണ് മറ്റൊരു വാതകം ഈ പുകവലിയിൽ കൂടുതലായിട്ടുള്ളത്. ഈ ഒരു വാതകം നമ്മുടെ ശരീരത്തിന് വളരെ കൂടുതൽ ദോഷം തരുന്നതാണ്. കാരണം അത് മ്യൂക്കസിന്റെ അളവ് വർദ്ധിപ്പിക്കും. മ്യൂക്കസ് വർദ്ധിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? മ്യൂക്കസ് ഈ ടോക്സിൻസിനെ, പൊല്യൂഷൻ ആയാലും സ്മോക്കിംഗ് ആയാലും നമ്മുടെ ശ്വാസകോശത്തിനകത്ത് മ്യൂക്കസ് വന്നിട്ട് അതിനെ അവിടെ പിടിച്ചു നിർത്തുമ്പോഴാണ് അത് ക്ലിയർ എയർ രക്തത്തിലേക്ക് വിടുന്നത്. പക്ഷെ ഇങ്ങനെ എത്ര കാലം അതിന് പിടിച്ചു വെക്കാൻ പറ്റും? മ്യൂക്കസിന്റെ കട്ടി കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ലങ്സിന്റെ കപ്പാസിറ്റി കുറയും, അളവ് കുറയും, അതിന്റെ ആ ഒരു കുഴലിന്റെ ഒക്കെ അളവ് കുറയും. അപ്പോഴേ നമുക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ ശ്വാസ തടസ്സം ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നുണ്ട്. മറ്റൊരു കാര്യമാണ് ഹൈഡ്രേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു വായയിൽ കൂടിയാണ് ശ്വാസം കഴിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവും. അപ്പൊ ഇത് ചുണ്ടുകൾ പൊട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മാത്രമല്ല, ഈവൻ നമ്മുടെ ലങ്സിനും അത് ഡ്രൈനെസ് ഉണ്ടാക്കും. അങ്ങനെയുള്ള അവസ്ഥകളിൽ അല്ലെങ്കിൽ കൂടുതൽ ചൂടുള്ള അവസ്ഥകളിൽ തീർച്ചയായും നമ്മൾ ഹൈഡ്രേഷൻ, വേണ്ടത്ര ജലാംശം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലങ്സിനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ അത് നേരിട്ട് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്താൻ പറ്റുമോ? നമ്മൾ വെള്ളം കുടിക്കുന്നത് നേരിട്ട് ശ്വാസം പറ്റില്ല. അതിന് ആര് ഹെൽപ്പ് ചെയ്യും? എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു അവയവമുണ്ട്, ഒരു ചെറിയ ഒരു ചെറുനാക്ക് എന്നൊക്കെ പറയാം, ഈ ട്രക്കിയുടെ ഈ ഭാഗത്തുണ്ടാവും. ഇതവിടെ ശ്വാസനാളത്തിനെയും അന്നനാളത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ തരുണാസ്ഥിയാണ്. ഈ കാർട്ടിലേജ് അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നേരിട്ട് വെള്ളവും ഭക്ഷണവും നമ്മുടെ ശ്വാസത്തിലേക്ക് എത്താത്തത്, ശ്വസന വ്യവസ്ഥയിലേക്ക്. ചില സമയത്ത് നമ്മൾ ആ വർത്താനം പറയുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ ആ നാളത്തിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചുമ വരും, പിന്നെ അത് പുറത്തേക്ക് പോകും, അല്ലെ? ചില കുട്ടികളുടെയൊക്കെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. അവിടെ തരുണാസ്ഥി കറക്റ്റ് ആയിട്ട്, എപ്പിഗ്ലോട്ടിസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യായാമം അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡീപ് ബ്രീത്തിങ് എക്സസൈസ്. വളരെ ഡെപ്തില്, വളരെ അത് കൗണ്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വ്യായാമ മുറകളിൽ തന്നെ എക്സസൈസ് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മെഡിറ്റേറ്റീവ് മോഡിലും അല്ലാതെയും ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സസൈസ് രീതി എന്ന് പറയുന്നത് 1 to 5 വരെ കൗണ്ട് ചെയ്തിട്ട് 1 2 3 4 5 ആ 5 കൗണ്ടിൽ നമ്മൾ പുറത്തേക്ക് ശ്വാസം വിടുന്നു. അടുത്ത ഒരു 5 കൗണ്ടിൽ നമ്മൾ സ്റ്റേ സ്റ്റിൽ, നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നില്ല, പുറത്തേക്കും വിടുന്നില്ല. അടുത്ത 5 കൗണ്ടിൽ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. അടുത്ത 5 കൗണ്ടിൽ അത് അവിടെ അകത്ത് ഹോൾഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സ്ക്വയർ രൂപത്തില്, മീൻസ് 5 5 5 5 രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശ്വാസകോശത്തിന്റെ മാത്രം ആരോഗ്യമല്ല, നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം കൂടി വളരെ ഹെൽപ്ഫുൾ ആവും. കാരണം എക്സ്ട്രീം വെതറിലും എക്സ്ട്രീം സ്ട്രെസ്ഡും ആയിട്ടുള്ള സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ചും US ആർമി, US മറൈൻ പോലെയുള്ളവർക്ക് പോലും ഈ ഒരു ബോക്സ് ബ്രീത്തിങ് പ്രാക്ടീസ് കൊടുക്കാറുണ്ട്. അത് അത്രമാത്രം സ്ട്രെസ് റിലീസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഡീപ് ബ്രീത്തിങ് എക്സസൈസും നോർമൽ എക്സസൈസും ഹൈഡ്രേഷനും ഒക്കെയാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ. ഇത് ശ്വസന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മാത്രമല്ല, നമ്മുടെ അടുത്തുള്ള മീൻസ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മെന്റൽ ക്ലാരിറ്റി ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. താങ്ക് യു. ബാക്ക് ടു പോസ്റ്റ്. വളരെ മനോഹരമായ ഒരു ടോപ്പിക്. നമ്മൾ പോലും അറിയാത്ത നമ്മളുടെ ശ്വാസത്തിന്റെ വഴികളെ കുറിച്ചാണ് പറഞ്ഞത്. ശ്വാസകോശത്തിന്റെ
സാബു പോയോ? ഞാൻ ആൻസർ പറയും. വിഷയം വളരെ ചെറുതായിരുന്നു. സാറിനെ കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ. ഉണ്ട്. കേൾക്കുന്നുണ്ട് സാർ. വിഷയം വളരെ ചെറുതായിരുന്നു, നിസ്സാരമായിരുന്നു എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് സാർ ഒരു ക്ലാസ് ഇത് എങ്ങനെയാ കൊണ്ടുപോവുക, ഇത്രയും ചെറിയൊരു കാര്യം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ സാർ പറഞ്ഞു തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് സമയം നോക്കി പറയാൻ പറ്റിയതല്ല. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നാം അറിയാതെ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ സൃഷ്ടാവ് എത്ര വലിയ വ്യക്തിയാണ് അല്ലെങ്കിൽ വലിയൊരു സംഭവമാണ് എന്ന് ഈ ഒരു ചെറിയ അവയവത്തിൻ്റെയും ജീവനെ പിടിച്ചു നിർത്തുന്നതിൻ്റെയും കഥ സാറ് പറയുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ് ചെയ്യുന്നത്. സാർ അവസാനം പറഞ്ഞു, ശ്വാസം നമുക്ക് വായിലൂടെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല, ജീവിക്കും. പക്ഷെ അവിടുത്തെ അപകടങ്ങൾ എത്ര വലുതാണ് എന്ന്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഒരല്പം മൂക്കടപ്പ് അല്ലെങ്കിൽ ഒരല്പം ചുമ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ കുട്ടികൾ ഫുൾ ലെങ്തിൽ വായി തുറന്നു വെച്ചിട്ടാണ് എടുക്കുന്നത്. അതിന്റെ അപകടം പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് അപകടം എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അപ്പൊ ഇത്തരം കുറെ ഇൻഫർമേഷൻസ് വളരെ ലളിതമായ ഭാഷയിൽ സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അവസാനം സാറ് പറഞ്ഞ 4x4 അത് 8x8 എന്നുള്ള സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഈ 4x4 ഞാൻ പലപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. കംഫർട്ടബിളാണ്. അതിന് ഒത്തിരി മൈൻഡ്ഫുൾ ആയിട്ട് അതൊന്നും ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഈ മനസ്സിൽ 4 വരെ എണ്ണ നിർത്തുക, 4 വരെ പിടിച്ചു നിർത്തുക, പിന്നെ 4 വരെ പുറത്തേക്ക് കളയുക. അതൊരു തമാശയായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. എന്തായാലും ആ പ്രാക്ടീസ് പറഞ്ഞു ഇപ്പൊ ചെയ്തോളൂ. ഞാൻ ചെയ്തില്ല, പക്ഷെ എനിക്ക് മറ്റൊരു രീതിയിലുള്ള അനുഭവം ഉള്ളത് കൊണ്ട് ഐ അക്സെപ്റ്റ് ചെയ്തു. ക്ലാസ് വളരെ നന്നായിരുന്നു സാർ. ഇടക്കാലത്ത് ഈ പ്ലാറ്റ്ഫോമിൽ കയറാൻ പറ്റിയിരുന്നില്ല. ഇന്ന് ഞാൻ മനഃപൂർവ്വം സാറിന്റെ ക്ലാസ് ആയതുകൊണ്ട് പിടിച്ച് കയറിയതാണ്. ഒത്തിരി സന്തോഷം സാർ. ഓക്കെ, താങ്ക് യു സാർ. Okay, sir. Thank you, Sabu sir. ഇന്ന് സാറിന്റെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം കയറിയതാണ്. കാരണം എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി. ശ്വാസമാണ് നമ്മുടെ ആരോഗ്യത്തിനെ നിർണ്ണയിക്കുന്നത് സാറ് പറയുന്നു അറിഞ്ഞുകൊണ്ടാണ് വന്നത്. തീർച്ചയായിട്ടും ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ ശ്വസനക്രിയയൊക്കെ ആർട്ട് ഓഫ് ലിവിങ്ങിലും അതുപോലെ യോഗയിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് വളരെയധികം പരിചയമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. എന്നാൽ ഇത്രയും പ്രാധാന്യം ഇതിനുണ്ട് എന്നുള്ളത് സാറ് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ പറഞ്ഞതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എത്ര സങ്കീർണവും എത്ര നിഗൂഢവുമായിട്ടാണ്, എത്ര അവധാനതയോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതൊന്നുകൂടി ഒന്ന് ചിന്തിക്കുവാൻ അവസരം കിട്ടി. തീർച്ചയായിട്ടും നമ്മുടെ ശ്വാസകോശം എത്ര സങ്കീർണമാണ്, എത്ര സിമ്പിളാണ്, അതേസമയം എത്ര സങ്കീർണമാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. അത് നമ്മൾ ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അനാരോഗ്യത്തിന് കാരണമാകും. പലപ്പോഴും വി ആർ ടേക്കിംഗ് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അത് ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നും ചിന്തിക്കാതെ മൈൻഡ്ഫുൾ അല്ലാതെ തന്നെ ശ്വസിക്കുകയും അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മൈൻഡ്ഫുൾ ആയിട്ട് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവയർനെസ്സോടുകൂടി തീർച്ചയായിട്ടും ചിന്തിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ആരോഗ്യത്തിന് വളരെയധികം അതിനെ സഹായിക്കും. വലിയൊരു ക്ലാസ്സാണ് ഇന്ന് സാറിന് കേട്ടത്. വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ PPT-യൊക്കെയും വളരെ വ്യക്തമായിരുന്നു. തീർച്ചയായിട്ടും ഈ ശ്വാസകോശത്തെ കുറിച്ചും നമ്മുടെ ശ്വാസത്തെ കുറിച്ചും
ശ്വാസം നമ്മുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും വിലപ്പെട്ട നിദാനമാണെന്നും പഠിപ്പിച്ചതിനെ പ്രത്യേകമായിട്ട് ഞാൻ സുനിൽ സാറിനെ പ്രത്യേകമായിട്ട് ഞാൻ അനുമോദിക്കുന്നു, നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു സർവീസ്. അതെ, ഈ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള ഒരു വസ്തുവാണ്. ഇതിനകത്ത് ഇപ്പൊ എന്നെ നോക്കാനിരിക്കണം, ഇത് നിന്നാ മരിച്ചു പോകും എന്ന് പറഞ്ഞു. പക്ഷേ ഇത്രമാത്രം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതുമായിട്ടുണ്ട് എന്നുള്ളതിന് അറിവ് തന്ന സലിൽ സാറിന് വളരെയധികം അഭിനന്ദനങ്ങൾ. കാരണം ഇത്രമാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് വളരെ വ്യക്തമായി തന്ന സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുക. കാരണം നല്ല ശ്വാസം വേണം, കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കണം, പുറത്തു വിടണം, ഓക്സിജൻ ഇൻടേക്ക് ചെയ്യണം, പിന്നെ ഈ പുകവലിയൊക്കെ ദോഷം ചെയ്യും, അതുപോലെ തന്നെ നല്ല ഇത് വേണം എന്നൊക്കെ പറയുന്നത് ജനറലായിട്ട് അറിയാം. പക്ഷേ അതിൻ്റെയൊക്കെ ബാക്കിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു തന്നപ്പോൾ തന്നെ അതിൻ്റെ നമ്മളുടെ ഉത്തരവാദിത്വ ബോധം കൂടുതൽ ഈ കാര്യത്തിൽ നമ്മളിൽ വന്നിട്ടുണ്ട്. നമ്മളിൽ മാത്രമല്ല, നമ്മുടെ കൊച്ചു കുട്ടികളിൽ വരെയും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടായി. ഏതായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് നമ്മളുടെ ഈ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് എന്ന് മനസ്സിൽ വളരെയധികം അടിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞ ഒരു ക്ലാസ് ആയിരുന്നു സാറിൻ്റെ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിലും അത് വളരെ തറവായിട്ട് നമ്മളെ തന്നെ അത് വിവരമുണ്ടാക്കി തന്നു. അതിന് വളരെയധികം അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഓക്കെ, ഇനിയുള്ള അനിൽകുമാർ സർ, ജോർജ് സർ. സാറേ, നല്ല ഒരു വിഷയമാണ് നമ്മുടെ സനിൽ സാറോടെ അവതരിപ്പിച്ചത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ സ്ഥലം വരെ പോയിരിക്കുകയായിരുന്നു, അല്പം വൈകിയാണ് വന്നത്. ആദ്യത്തെ ഭാഗം കേട്ടില്ലെങ്കിലും നാളെ അത് കേൾക്കാം. എങ്കിലും ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ്. സാറ് എന്നാലും ലാസ്റ്റ് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ ഈ ശ്വാസം എടുക്കുന്നതിൻ്റെയും ഇൻടേക്ക് ചെയ്യുന്നതും വെളിയിലേക്ക് വിടുന്ന കാര്യം എങ്ങനെ വേണം എന്നുള്ള കാര്യം സാറ് വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. നമ്മൾ നല്ലൊരു അവബോധം തന്നു. അതായത് നമ്മൾ 1, 2, 4, 5 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ ശ്വാസം അതൊക്കെ എടുക്കുകയും അതൊരു 5 പ്രാവശ്യം 5 കൗണ്ട് ചെയ്യുന്ന സമയം വരെ ഹോൾഡ് ചെയ്യുകയും പിന്നെ പതുക്കെ 5 കൗണ്ട് ചെയ്യുന്ന സമയം കൊണ്ട് ശ്വാസം വെളിയിലേക്ക് വിടുക എന്ന് സാർ വളരെ നല്ല രീതിയിൽ പറഞ്ഞു. സാധാരണ ഇത് ആരും ചെയ്യാറില്ല. ഇത് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെപ്പറ്റി വളരെ നല്ല വ്യക്തമായ രീതിയിൽ സാർ ഇവിടെ അവതരിപ്പിച്ചു. പിന്നെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാമെന്നുള്ള നല്ല പോയിന്റ്സ് ആയിട്ട് സാർ ഇവിടെ എടുത്തു പറഞ്ഞു. ഡീപ്പ് ബ്രീത്തിങ് വേണം, നമ്മൾ ടോക്സിൻസ് ആൻഡ് പൊല്യൂഷൻസിൽ നിന്ന് മാറി നിൽക്കണം, ഗുഡ് പോസ്റ്റർ വേണം, സ്റ്റേ ആക്റ്റീവ് ആണ്, എക്സസൈസും മറ്റുമൊക്കെ വേണം. സാർ വളരെ നല്ല രീതിയിൽ തന്നെ സ്റ്റേ ഹൈഡ്രേറ്റഡ്, അവോയ്ഡ് സ്മോക്കിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നാളെ ഇത് ഒന്നും കൂടെ നല്ല രീതിയിൽ വ്യക്തമായ രീതിയിൽ ഒന്ന് കേൾക്കണം. സാധാരണ നമ്മൾ നല്ല രീതിയിൽ ശ്വാസം എടുക്കുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊന്നും നമുക്ക് ഉണ്ടാകില്ല. പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങളും ഒക്കെ മാറുന്നതിന് വേണ്ടി, മനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ മാറാൻ ഈ പറയുന്ന ശ്വാസത്തിന് അതിൻ്റെതായ ആ ട്യൂൺ നല്ല രീതിയിൽ സാറ് പറഞ്ഞ രീതിയിൽ എടുക്കുമ്പോൾ അതിൻ്റെതായ പ്രയോജനമുണ്ട്. നല്ല ഇൻഫോർമേറ്റീവ് ക്ലാസ്സാണ്. വെരി ഗുഡ് ക്ലാസ്. എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഹായ് സനൽ സാർ, താങ്ക് യു സർ, കൺഗ്രാജുലേഷൻ. ഒത്തിരി ടേക്ക് അവേഴ്സ് ഉണ്ടായിരുന്നു. 1 by 1 ആയിട്ട് പറയുന്നില്ല, എല്ലാവരും പറഞ്ഞത് എല്ലാം എൻ്റേതും കൂടിയാണ്. അവരുടെ കൂടെ ഞാനും കൂടും. സാറേ, എൻ്റെ ശ്വാസമാണ് എൻ്റെ ആരോഗ്യം എന്ന് പറയുന്ന പോലെ എൻ്റെ ഏത് നേരത്തും ജീവനുള്ളിടത്തോളം എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ആശ്വാസമാണ് എൻ്റെ ശ്വാസം എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു പോവുക. ഇത്രയും ആശ്വാസമുള്ള ഒരു മെഡിസിൻ വേറെ ഇല്ല.
ഇത്രയും നല്ല ടെക്നിക്ക് അറിയില്ല. ഒരു ചെലവില്ലാത്ത കാര്യമാണ്. എല്ലാ സിദ്ധികളും ഇവിടെ സൃഷ്ടാവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചാൽ മതി. റെഡിമെയ്ഡ് ഐറ്റംസ് എല്ലാം സാറേ, ഒത്തിരി സന്തോഷം. ഒത്തിരി താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എല്ലാവരും വൈഷ്ണവതമായി എന്തെങ്കിലും പറയുന്നോ? ഇല്ല. ഓക്കെ സാർ, അപ്പോൾ താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകൂടെ ശ്രദ്ധയോടെ ശ്വാസം വലിക്കണം എന്ന് പറയാൻ, ശുദ്ധമായ ശ്വാസം വേണം എന്ന് പറയാൻ, അതുപോലെ തന്നെ ശ്വാസകോശത്തെ കുറിച്ചുള്ള കണക്കുകളൊക്കെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയതാണ്. 3 ടെന്നീസ് കോർട്ടിന്റെ വലിപ്പവും അല്ലേ, 2400 കിലോമീറ്ററും, അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ എത്ര വർഷമായിട്ടുള്ളതാണ്, പക്ഷെ ഇതിനൊന്നും അറിയുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വണ്ടർഫുൾ, താങ്ക് യു. സനൽ സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഡയഫ്രം ബ്രീത്തിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? നമ്മള് കൈ വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് എഴുന്നേറ്റ് നിന്നിട്ട് കൈ വയ്ക്കുന്ന സമയത്ത് നമ്മള് ശ്വാസം എടുക്കുമ്പോൾ അകത്തേക്ക് വരുമ്പോൾ വയറ് പുറത്തേക്ക് വന്നാൽ ആ ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ വയറ് പുറത്തേക്ക് വരുന്ന രീതിയിൽ ജസ്റ്റ് ആ കൈ വെച്ചിട്ട് നിങ്ങൾ അനലൈസ് ചെയ്താൽ മതി. അത് പിന്നെ ഏത് മസിൽ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് ചെയ്തോളൂ ശരീരം. വയറ് പുറത്തേക്ക് വരുന്നതിനെ പറ്റി ശ്രദ്ധിച്ചാൽ മതി. വയറ് പുറത്തേക്ക് വരുന്നത് മുമ്പൊക്കെ എന്റെ ധാരണ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മുമ്പ് ആസ്മ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് വായു നേരിട്ട് ആമാശയത്തിലേക്ക് എത്തിയിട്ട് വയറ് വലുതാവും. ആക്ച്വലി അതല്ല എന്നുള്ളത് ഇതിന്റെ സയൻസിലേക്ക് പോകുമ്പോഴാണ് പലതും നമുക്ക് പല തെറ്റിദ്ധാരണകളും മാറ്റുക എന്നുള്ളതൊക്കെ തന്നെയാണ് ശരിക്കും ഇങ്ങനെ ഒരു സെഷന്റെ പർപ്പസ് ആണ്. അപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയഫ്രം ബ്രീത്തിങ്ങിലേക്ക് അല്ലെങ്കിൽ ബെല്ലി ബ്രീത്തിങ്ങിലേക്ക് വരാൻ പറ്റും. ബെല്ലി ബ്രീത്തിങ് നമ്മുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. യോഗ പോലെയുള്ള സ്ട്രെച്ചിങ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, അതിലൊക്കെ നമ്മുടെ ഈ താഴേക്കുള്ള മസിലുകൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ സ്പേസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ സർ? ഓക്കെ സാർ, താങ്ക് യു. നമ്മുടെ കയ്യിലൊക്കെ പുറത്ത് കാണുന്ന രക്തക്കുഴലിലെല്ലാം പച്ച കളർ നീല കളറാണെന്ന് പറഞ്ഞത്. ഈ ചുവന്ന കുഴൽ രക്തമുള്ള അതെവിടെയാണ്? ആക്ച്വലി അത് ശരീരത്തിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. പുറത്തുള്ളത് പൊതുവെ നീലയും അകത്ത് മീൻസ് അകത്തേക്ക് പോകുമ്പോൾ ആർട്ടറിയാണ്. വീൻസും ആർട്ടറിയാണ്. വീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്നത്, ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് രക്തം കൊണ്ടുവരുന്നത്. അപ്പൊ ഈ എല്ലാ സ്ഥലങ്ങളിലേക്കും ആർട്ടറി വഴിയാണ് രക്തം എത്തുന്നത്. ആർട്ടറികളൊക്കെ ധമനികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലാണുള്ളത്. അത് മീൻസ് ഈവൻ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലും എല്ലാ കോശങ്ങളിലേക്കും രക്തം എത്തേണ്ട പ്രക്രിയ നിലക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് രക്തം എപ്പോഴും നീല കളറാണ്. എന്റെ ശരീരത്തിന്റെ അല്ലെ കൈ നോക്കി എപ്പോഴും നീല കളറാണ്, രക്തം മോശമാണെന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും അന്ന് പോലെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, പുറത്ത് ചുവന്നതൊക്കെ കാണാനില്ല, പുറത്തുള്ള നീല കളറിലാണത്. കട്ട് ചെയ്ത മൊമെന്റിൽ തന്നെ അവിടുന്ന് പുറത്തേക്ക് വരുന്ന രക്തം ചുവപ്പാവും. കാരണം അതിന് നേരിട്ട് ഓക്സിജൻ കിട്ടുകയാണ് ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് ഇപ്പോഴും ഹോസ്റ്റ് ആയിട്ടുള്ളത്. എന്ത് ചെയ്യണോ സാറിനെ ഹോസ്റ്റ് ആക്കണം? അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഞരമ്പിൽ നിന്നും ബ്ലഡ് എടുക്കുമ്പോഴത്തേക്ക് അത് ഈ വെയിൻസിൽ നിന്നാണോ ആർട്ടറീസ് നിന്നാണ് എടുക്കുന്നത്? ഇവിടെ നിന്ന് എടുക്കണം? ആർട്ടറിയിൽ നിന്നാണ് എടുക്കേണ്ടത്. അതാണ് അകത്തുനിന്ന് എടുക്കുന്നത്, അകത്തുനിന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വൈകിട്ട് ചെയ്യാം. ഓക്കെ സാർ, സാർ. ഓക്കെ.